സാറേ നമസ്കാരം. അപ്പോൾ എക്സിറ്റ് പോള് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അങ്ങോട്ട് ഒത്തില്ല എന്നാണ് ഈ പ്രാവശ്യം. കുറച്ച് വ്യത്യാസം. ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയായിട്ടില്ല, ഇപ്പോഴും ശരിയായില്ല. കേരളത്തിലൊരു ഇതൊക്കെ ഒത്തിറങ്ങണം. അത് അവർ ടാലിയിൽ ഒത്തു. പക്ഷേ നാഷണൽ ലെവലിൽ BJPക്ക് ചാണക്യ എക്സിറ്റ് പോൾ 401 സീറ്റാണ്. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ നമ്മൾ ആ ടാലിയിലൊന്നും NDA വരാൻ സാധ്യതയില്ല. ഈ NDA മുന്നണിക്ക് ഭരണം കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാം. അതേസമയം വാരണാസി പോലെയുള്ള ഒരു സീറ്റിൽ പ്രധാനമന്ത്രി ട്രെയിൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതാരും മുന്നിൽ കണ്ടില്ല. ഇന്ത്യയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും വിചാരിക്കാത്തതാണ്. അപ്പോൾ അവിടെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ പ്രധാനമന്ത്രിക്ക് പിന്നിൽ ആകേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം സേഫായിട്ട് ഒരു 30,000 വോട്ടിന് മുന്നിലാണ്. വാരണാസിയിൽ നരേന്ദ്രമോദി ജയിക്കും. പക്ഷേ ഓർക്കേണ്ടത് 2019 വാരണാസിയിൽ പ്രധാനമന്ത്രി 4,70,000 വോട്ടിൻ്റെ മാർജിൻ ഉണ്ടാക്കിയിരുന്നു. അതിന് ആദ്യമായി അദ്ദേഹം മത്സരിച്ചപ്പോൾ 2014 3,70,000 വോട്ടിന് മുന്നിൽ നിന്ന ആളാണ്. ഇപ്പം ഈ ട്രെൻഡ് വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ വോട്ടിൻ്റെ നിലയിൽ വന്നിരിക്കുന്ന ഈ മാറ്റമാണ് ദേശീയ തലത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ NDAക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും UP, ഉത്തർപ്രദേശിൽ ഒരു 70-71 സീറ്റ് വരെയാണ് പല എക്സിറ്റ് പോൾ വിദഗ്ധന്മാരും പ്രവചിച്ചത്. അത് എത്തുന്നില്ല, അത് എത്താനുള്ള സാധ്യതയില്ല. പിന്നെ കോൺഗ്രസിനെ എഴുതിത്തള്ളി. ബംഗാളിനോടൊപ്പം UPയിലും കോൺഗ്രസിന് വലിയ സാധ്യത കണ്ടില്ല. റായ്ബറേലി അടക്കം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വരെ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. എക്സിറ്റ് പോൾ ഫലത്തിൽ പോലും ആ സൂചനയാണ് നൽകിയത്. പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. അവിടെ ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള ഐക്യം അവിടെ BJPക്ക് ചില ദോഷങ്ങളുണ്ടാക്കാൻ ഉപകരിച്ചു. അല്ല, അത് നേരത്തെ തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അവിടെ ഈ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി ഒരു മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തു കഴിഞ്ഞിട്ട് ജനക്കൂട്ടം തള്ളി കയറിയിട്ട് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അവർ പ്രസംഗിക്കാൻ പോലും കിട്ടിയില്ല, അവസരം കിട്ടിയില്ല എന്നുള്ളത് അതൊരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡ് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഫലസൂചനകൾ നൽകുന്നത്. നേരെ അതുപോലെ തന്നെ പടിഞ്ഞാറേ ഇന്ത്യയിൽ BJPക്ക് മുന്നേറ്റമുണ്ടെങ്കിലും അവർ പ്രതീക്ഷിച്ച ഒരു നമ്പർ ഓഫ് സീറ്റ്സിലേക്ക് എത്തുന്നില്ല. ഹരിയാനയിൽ കയ്യിലിരുന്ന സീറ്റിൽ കുറയുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. 10-ൽ 10 ആയിരുന്നു 2019. ഇപ്പോഴാ അത് നേർപകുതിയായി കുറയുന്ന എന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അതുപോലെ മഹാരാഷ്ട്രയിൽ തുല്യമാകും അത് എന്ന് വിചാരിച്ചിരുന്നു. ഏകദേശം ആ കണക്കിൽ തന്നെ നിൽക്കുകയാണ്. കർണാടകയിൽ വലിയൊരു ഗെയിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ഗെയിനും കൂടിയാണെന്ന് തോന്നുന്നു. കാരണം അല്പം അവരുടെ ഇമേജ് അല്പം മോശമായിരുന്നല്ലോ. പ്രജ്വൽ രേവണ്ണ പോയിട്ട് 14 സീറ്റിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും 14 നടക്കാനിരിക്കുകയാണ് ആ വിവാദം എല്ലാം ഉണ്ടായത്. അവരുടെ ഒരു ഘടകകക്ഷിയിലെ ഒരു നേതാവും ഈ സിറ്റിംഗ് MPയും. അപ്പോൾ സെക്കൻഡ് ഫേസിൽ അത് അഫക്റ്റ് ചെയ്തില്ല. സെക്കൻഡ് ഫേസിൽ തീരെ അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ പലരും അന്ന് പറഞ്ഞിരുന്നത് പ്രജ്വൽ രേവണ്ണയുടെ ഇലക്ഷൻ കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു, ഓഫീസൊക്കെ പൂട്ടിയപാടെ ഇദ്ദേഹം ലുഫ്താൻസ ഫ്ലൈറ്റ് കയറി ജർമ്മനിക്ക് പോയി. പിന്നെ ആൾ തടിയപ്പി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അത് അടുത്ത ഫേസിൽ വലിയ ശല്യമാകുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവിടെ ഒന്നും സംഭവിച്ചില്ല. സൗത്ത് ഇന്ത്യയിൽ താരതമ്യേന BJPയും ഘടകകക്ഷികളും മെച്ചപ്പെട്ട പ്രകടനമാണ് വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതുവരെയുള്ള കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കൂടിയിട്ടുണ്ട്. കർണാടകത്തിൽ ഇത് കൂടാതെ ആന്ധ്രാപ്രദേശിൽ BJP മത്സരിച്ച എല്ലാ സീറ്റിലും ജയിക്കുകയാണ്. മാത്രമല്ല ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരാൻ പോകും. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് YSRന്റെ മകൻ ജഗൻ ഭരണത്തിൽ നിന്ന് പോകുന്നു, പുറത്തുപോയി. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ അതാണ് ട്രെൻഡ്. പിന്നെ തെലുങ്കുദേശം പാർട്ടി തെലുങ്കാനയിലും അത്ര വലിയ തിരിച്ചടിയല്ല BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ഗെയിനാണ്.
മധ്യപ്രദേശ് BJP പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശ് വെസ്റ്റ് ബംഗാളിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. 18 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇപ്പോൾ ഒരു 28 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ് നമ്മളിത് സംസാരിക്കുന്ന സമയത്ത്. ഫൈനൽ ഫലം വന്നില്ല. ഏതായാലും ആ 28 ഇനി താഴോട്ട് പോകാനിടയില്ല. അപ്പോൾ പലരും ജവഹർലാൽ നെഹ്റുവായിട്ട് മോഡിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2014 കിട്ടിയതിലും കൂടുതൽ അടുത്ത ഇലക്ഷനിൽ 19 കിട്ടി. ഇപ്പം ഈ പ്രാവശ്യം അതിലും കൂടി കൂടുമായിരുന്നെങ്കിൽ അത് നെഹ്റുവിനെയും അതെ നെഹ്റുവിനെ കടത്തി അങ്ങനെ തുടർച്ചയായിട്ട് 3 തവണ ജയിച്ച് അധികാരത്തിൽ വന്നപ്പോൾ ലാസ്റ്റ് സമയം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഇദ്ദേഹം നേടായിരുന്നെങ്കിൽ ഈ നെഹ്റുവിനേക്കാളും ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് കയറുന്ന ഒരു ഇതായിരുന്നു. പിന്നെ വേറൊന്നുണ്ട്, നെഹ്റു ഗവൺമെൻറ് അല്ലെങ്കിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഗവൺമെൻറ് വാസ് ഗിവൺ ടു ഹിം ഓൺ എ പ്ലാറ്റർ, അതായത് ഒരു തളികയിൽ വെച്ച് കൊടുക്കുന്ന പോലെയായിരുന്നു. അന്ന് കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യയിലെ ഒരു പ്രബല കക്ഷി, വേറൊന്നും നോക്കാനില്ല. സ്വാതന്ത്ര്യം നേടിത്തന്നു. ശേഷം ഇന്ററിം ഗവൺമെന്റിനെ നയിച്ച ആളാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ 52 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തമ്പിങ് മെജോറിറ്റി തിരിച്ചു വന്നു. വളരെ ദുർബലമായ ഒരു പ്രതിപക്ഷം എന്ന് പറയാനില്ലല്ലോ. അന്ന് 16 അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു ഇന്ത്യയിലെ വലിയ പ്രതിപക്ഷ കക്ഷി. അപ്പോൾ ആ നേട്ടത്തിനേക്കാളും ഒരു കണക്കിന് മോഡിയുടെ ഇതുവരെയുള്ള വരവ് അതിലും ഉജ്ജ്വലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP ഒരു സ്റ്റേജിൽ 2 സീറ്റ് മാത്രമുള്ള പാർട്ടിയായിട്ട് ഒതുങ്ങിപ്പോയ ലെവലിൽ നിന്ന് അത് വളർന്ന് മോഡിയുടെ കാലത്ത് അത് വളർന്ന് പന്തലിച്ചു. സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാക്കി. പിന്നത്തെ ഗവൺമെൻറ് വന്നപ്പോൾ നമ്പർ ഓഫ് പാർലമെന്ററിയൻസ് അത് കൂടി. ഈ പ്രാവശ്യവും കൂടി മുന്നോട്ട് പോയെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയെന്ന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം മോഡിയുടെ ഗവൺമെൻറ് NDA ഗവൺമെൻറ് തുടരും എന്നുള്ളതിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ പ്രതീക്ഷിച്ച വിജയം വന്നില്ല. ആരും പ്രവചിച്ചതുപോലെ അല്ല ഫലം ഇപ്പോൾ വന്നുകൊണ്ട്. പ്രവചിച്ചതുപോലെയും പിന്നെ എക്സിറ്റ് പോളിൽ നിന്നൊക്കെ കുറേ വ്യത്യാസം വന്നുപോയെന്ന് തോന്നുന്നു. അതെ, ഇപ്പോൾ എക്സിറ്റ് പോളിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനോട് നിസ്സഹരിക്കുകയായിരുന്നു INDA മുന്നണിയും കോൺഗ്രസും. അതെ, പക്ഷേ മോഡിയുടെ പല പോപ്പുലർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗരീബ് കല്യാൺ, അന്ന യോജന, പിന്നെ സ്ത്രീകളുടെ പ്രീതി പിടിച്ചു പറ്റിയായിരുന്നു. പിന്നെ അനേകം വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ടാപ്പിൽ കുടിവെള്ളം, പിന്നെ ഇലക്ട്രിസിറ്റി, ശൗചാലയം, ഇങ്ങനെയൊക്കെ കുറേ പദ്ധതികളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നായിരുന്നു. പിന്നെ കണക്ടിവിറ്റി, പിന്നെ ഹിന്ദു പ്രൈഡ് അപ്ഹോൾഡ് ചെയ്തു. അങ്ങനെ ഒരു ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്നുള്ളൊരു ഇമേജ് എപ്പോഴും ഉണ്ടായിരുന്നു. വെൽഫെയർ മെഷേഴ്സിലും ഡെവലപ്മെൻ്റൽ ആംഗിളിലും മോഡി ഗവൺമെൻറ്റിൻ്റെ 2 ടേമും ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ ആശാവഹമായ പുരോഗതി. പിന്നെ നാഷണൽ ആൻഡ് ഫോറിൻ പോളിസിയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ്. ഗംഭീരമാണ്. അപ്പോൾ റഷ്യ യുക്രൈൻ പ്രശ്നം ഉണ്ടായ പാടെ അവിടെ നിന്ന് എണ്ണ കൊണ്ടുവന്ന് അത് ഇന്ത്യക്ക് അത് ലാഭകരമായിട്ടാണ് ഭവിച്ചത്. പലർക്കും ക്രിറ്റിസിസം ഉണ്ടാവും. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ ഇപ്പോൾ അധികം ആക്രമണത്തിന് തുനിയുന്നില്ല. പിന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ വരെ നോട്ട് വിടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. വളരെ അസർട്ടീവായിട്ട് അഗ്രസീവായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പാകിസ്ഥാൻ ഇങ്ങോട്ട് കളിക്കുന്നില്ല. പിന്നെ ചൈനയ്ക്കെതിരെയാണെങ്കിൽ ഒരു ഫേം സ്റ്റാൻഡാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഈ ആത്മനിർഭർ ഭാരത് എന്ന നിലയിൽ ഡിഫൻസ് എല്ലാ മെറ്റീരിയൽസും ഇന്ത്യയിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യ നിർമ്മിക്കാനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമുണ്ട്. ഇപ്പോൾ പുതിയ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ മോഡിയുടെ പ്ലാൻ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഫോറിൻ പോളിസിയിൽ ഏറ്റവും ആദ്യമായി നടക്കാൻ പോകുന്നത് POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് തുടങ്ങും എന്നാണ്. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച. പിന്നെ മോഡി സത്യപ്രതിജ്ഞ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്നത് ഇറ്റലിയിലേക്കാണ്. അവിടെ G20 മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ മുതൽ അദ്ദേഹം ആരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി. അപ്പം മാത്രമല്ല അവിടെ വെച്ചിട്ട് വിദേശ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ഡിസ്കഷൻസും ചില തീരുമാനങ്ങളും വരെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുണ്ടാകും. അപ്പോൾ അത് ആ ലെവലിലേക്കൊക്കെ പോകുന്നു. ഇപ്പം മോഡിയുടെ 3ാം വരവിന് തടസ്സമൊന്നുമില്ലെങ്കിലും മോഡിയുടെ പാർട്ടിയിലുള്ളവരും അനുയായികളും വിചാരിച്ച എന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല പ്രവാചകന്മാർ പറഞ്ഞ കണക്കുകളും എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മോഡി എന്നാൽ ഒരു ശക്തമായ പ്രതിപക്ഷ നിരയെ നേരിട്ടുകൊണ്ട്
ഒരു പുതിയ പാർലമെൻറ്റിനെ ആയിരിക്കും മോഡി അഭിസംബോധന ചെയ്യേണ്ടി വരിക. എല്ലാം നന്നായി വരട്ടെ. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട കുറേ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്സിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു, സൂചന വന്നു തുടങ്ങി. ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം, ഹിന്ദു ചിഹ്നങ്ങളും അവരുടെ ആചാരമര്യാദകളും പാടെ നിഹനിച്ചാൽ സൗത്ത് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്നൊരു തോന്നൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ DMKയുടെ ചില പോളിസികളിൽ തന്നെ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ആ പഴനിയിൽ വേൾഡ് ലോർഡ് ഗണേശ കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ DMK നിയന്ത്രിക്കുന്ന സൺ ഗ്രൂപ്പ് അവരുടെ എല്ലാ പ്രാദേശിക ഭാഷാ ചാനലുകളിലും കേരളത്തിലെ സൂര്യ അടക്കം രാമാനന്ദ സാഗറുടെ രാമായണം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹിന്ദു അപ്പീസിങ് നിലയിലേക്ക് DMK, അതായത് എത്തീസ്റ്റുകളുടെ ഒരു പാർട്ടി നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളും അവരുടെ പോളിസിയും ഒക്കെ ഒരു ഹിന്ദു പക്ഷ വിചാരങ്ങളെ പാടെ തഴയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അല്ല, അവരുടെ പഴയ നേതാവ് അണ്ണാദുരൈ, അതെ, കടവുളൈ ഇല്ലൈ, കടവുളൈ ഇല്ലൈ, കടവുളൈ ഇല്ലവേ ഇല്ലൈ എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അതെ, അതിൽ നിന്ന് ഇത്രയും മാറ്റങ്ങൾ മാറി. പക്ഷേ രഹസ്യമായി മാത്രം ക്ഷേത്രത്തിൽ പോവുകയും പരസ്യമായി ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സ്റ്റാലിൻ്റെ പിതാവ്, അല്ലേ? ആ ഒരു പാർട്ടി പുറമേ ഒരു സീഡോ കമ്മ്യൂണിസവും അകമേ അവർ തമിഴ്നാടിൻ്റെ പ്രാദേശിക വികാരവും വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചവരാണ്. സിനിമയും തിരക്കഥയുമായിരുന്നു അവരുടെ പാർട്ടിയുടെ അന്തർധാര. അത് ഒക്കെ മാറി അവിടെ അണ്ണാ DMK ഉണ്ടായി, MGRൻ്റെ മൂവ്മെൻറ്റ് വന്നു, ജയലളിത വന്നു. ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ഇപ്പോൾ നാഷണൽ ട്രെൻഡിനനുസരിച്ച് DMK ചൂട് മാറ്റും.